ഞാൻ എന്ത് ചെയ്യും? തങ്ങളിപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും. എല്ലാവരും വായിക്കുകയും ശരി, നാളെ വായിക്കാമല്ലോ. ഒന്ന് വായിച്ചോളൂ, നാളെ വായിക്കൂല പോരെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, എന്റെ മകന് ചീത്ത കൂട്ടൊരു കട്ടിൽ പെട്ടിരിക്കുകയാണ്, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. എന്റെ മകന് കള്ള് കുടിക്കും, എന്റെ മകന് കഞ്ചാവ് വലിക്കും, എന്റെ മകന് എല്ലാ തമ്മാടിത്തരുണ്ട്, പണിക്ക് പോകൂല, കൂട്ടുകെട്ടാണ്, കൂട്ടുകാരെന്താണോ പറയുന്നത് അതവൻ കേൾക്കും, കരയാത്ത ദിവസങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാള് പറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ. അങ്ങനെ നമ്മളടുത്ത് വന്നു. ഞാനും പറഞ്ഞു, 2 നേരം സ്വലാത്ത് കേൾക്കാൻ നിങ്ങളെ മകന് നന്നാകും. ഉമ്മ പറയാണ്, മകന് വീട്ടിലേക്ക് വരുമ്പോ പേടിയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ വീട്ടില് സ്വലാത്ത് വെച്ച് കേൾക്കാൻ തുടങ്ങി. അവരോട് ഞാൻ പറഞ്ഞു, 2 നേരം കേട്ടോ, അല്ലാഹ് പരാജയപ്പെടുത്തൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ മജ്‌ലിസ് കേൾക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പിന്നെ മകന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ഒന്ന് വെച്ചോടുത്ത മോനെ. എന്തിനാ വന്നത്? മോന്റെ കാര്യത്തെ മോന് വളരെ മോശമായി, കൂട്ടുകെട്ടിൽ പണിക്കൊന്നും പോകൂല, വളരെ മോശമായി നടക്കുന്നു. അങ്ങനെ തങ്ങൾപ്പാപ്പനിട്ട് വന്നു. തങ്ങൾപ്പ് എന്താ പറഞ്ഞേ? 7 മാസം കൊണ്ട് റെഡി വന്നു. ഇപ്പൊ മോന്റെ അവസ്ഥ എന്താ? നല്ല മോനായി വിളിക്കുന്നുണ്ട്. പോയി നല്ല വാഹനത്താണ്, മോനയച്ച പൈസയാണ്. മോനെ കൂട്ടുകെട്ടിൽ വെച്ച് തമ്മാടി വളരെ പ്രശ്നമായി നടക്കുന്നു, പണിക്ക് പോകൂല, വളരെ വിഷമന്നു. ഓല് വന്നേന് കേട്ടോ. ഞങ്ങളിപ്പോ പറഞ്ഞ സലാത്ത് ചെല്ലാനല്ലേ? അൽഹംദുലില്ലാഹ് സലാത്ത് ചെല്ലാൻ തുടങ്ങി. ഇപ്പോ ഓടെ അത്ര നല്ല മനുഷ്യർ വേറല്ല. അല്ലാഹു പൊന്നു മോനെ നന്നാക്കട്ടെ, ഇനി ചീത്ത കൂട്ടെടുത്ത് ലോകനെ കാക്കട്ടെ. സലാത്തിന്റെ പവറാണ്, നിങ്ങളെ കറാമത്തൊന്നല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. കുറെ ദിവസം സലാത്ത് അങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന്റെ ഹൃദയത്തിലേക്ക് റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി കൊടുത്തു. ആ പൊന്നുമോനെ നന്നായി കൂട്ടുകെട്ടൊഴിവാക്കി നിസ്കരിക്കാൻ തുടങ്ങി, നോമ്പെടുക്കാൻ തുടങ്ങി, ഖുർആൻ ഓതാൻ തുടങ്ങി. കൂട്ടുകാരെ വിളിക്കുമ്പോ പറയും, എത്ര ഇല്ല മോനെ, ഇനി എന്റെ ഉമ്മാനെ വേദനിപ്പിക്കാ ഞാനില്ല. എന്റെ ഉമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ നടക്കുകയാണ്. ഇപ്പൊ ഗൾഫിൽ പോയി 1 മാസം 1 ലക്ഷം രൂപ അവന് ശമ്പളം വാങ്ങുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. വൃത്തി മക്കൾക്ക് പൈസ തന്നു, സ്ഥലം വാങ്ങാൻ പൈസ തന്നു, ഈ വിനീതനും പൈസ തന്നു. അല്ലാഹുവേ, ആ പൊന്നുമോൻക്ക് ഖൈറിനെയും നൽകണമല്ലാ. ആ കുടുംബത്തിന് വേണ്ടി തക്ബീർ ചൊല്ലിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ അല്ലാഹ്, ആമീൻ. സമാധാനം നൽകണേ അല്ലാഹ്.